ജനപക്ഷം ചാത്തന്നൂർ പദ്ധതിയുടെ ഭാഗമായി ജനസൗഹൃദ സർക്കാർ ഓഫീസുകൾ എന്ന ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി നടപ്പിലാക്കുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ, എല്ലാ അർത്ഥത്തിലും സ്മാർട്ട് സേവനം ലഭ്യമാക്കുന്ന വില്ലേജ് ഓഫീസുകൾ എന്ന കൺസെപ്റ്റിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പിന്തുണയോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായി കല്ലുവാതിക്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി നാട് മുറിച്ച് ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി കേരളത്തിൻ്റെ റവന്യൂ വകുപ്പിനെ സസൂക്ഷ്മം മുന്നോട്ട് നയിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ജില്ലയിൽ 75 വില്ലേജുകൾ സ്മാർട്ട് പദവിയിലേക്ക് ഉയർത്തുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ എടുത്തു പറയുന്ന മറ്റൊരു വിശേഷം, അതിൽ 66 വില്ലേജുകൾ സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി നേരിട്ട് അനുവദിക്കുന്ന ഫണ്ടിൽ നിന്നും, എന്നാൽ ചാത്തന്നൂർ മണ്ഡലത്തിലെ 9 വില്ലേജുകൾ മറ്റൊരു വ്യക്തിത്വ തലത്തിലാണ് സ്മാർട്ട് എന്ന പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അത് ജനപക്ഷം ചാത്തന്നൂർ എന്ന പേരിൽ ബഹുമാനപ്പെട്ട ചാത്തന്നൂരിൻ്റെ MLA മുന്നോട്ട് വെച്ചൊരു ആശയവും അത് ഇവിടുത്തെ പൊതുസമൂഹം അടക്കം ഏറ്റെടുക്കുകയും അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ച് മറ്റ് സ്പോൺസർമാരെയും ഒക്കെ കണ്ടെത്തി ഈ 9 വില്ലേജുകൾ മറ്റൊരു തലത്തിൽ പുതുക്കി പണിത് സ്മാർട്ട് എന്ന പദവിയിലേക്ക് ഉയർന്നു വന്നിരിക്കുകയാണ്. ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുക എന്നത് ഏതൊരു സർക്കാരിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സർക്കാർ ഓഫീസുകളാണ് സർക്കാരിൻ്റെ മുഖമായി നേരിട്ട് ജനങ്ങൾ കാണുന്നത്. അവിടെ ലഭിക്കുന്ന സേവനങ്ങളാണ് സർക്കാർ സേവനങ്ങളായി ജനങ്ങൾക്ക് ബോധ്യമാകുന്നത്. അപ്പോൾ നമ്മുടെ വളരെ മികവാർന്ന സേവനം നൽകാൻ ശേഷിയുള്ള നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അതോടൊപ്പം കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളോടുകൂടിയ സർക്കാർ ഓഫീസുകളും കൂടി ചേർന്നുകൊണ്ട് ജനസൗഹൃദമായ സ്മാർട്ട് സേവനം ജനങ്ങൾക്ക് ലഭിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ജനപക്ഷം ചാത്തന്നൂർ എന്ന് പറയുന്ന പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തത്. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ഡിജിറ്റൽ സാക്ഷരത നൽകാൻ കഴിയുന്ന തരത്തിൽ പഞ്ചായത്ത് മെമ്പർമാരെയും കുടുംബശ്രീ CDSകളെയും എല്ലാം വിളിച്ചു ചേർന്നുകൊണ്ട് നമ്മൾ ആദ്യഘട്ടം ട്രെയിനിങ് നൽകുകയും എല്ലാവരുടെയും മൊബൈലുകളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള കിയോസ്കുകളിൽ നേരിട്ട് വന്ന് ഏത് സർക്കാർ ഓഫീസിന്റെ സേവനവും ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജനപക്ഷം ചാത്തന്നൂർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ആ യൂട്യൂബ് ചാനലിന് ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ യൂട്യൂബ് ചാനലിലൂടെ ഏത് സർക്കാർ സേവനവും എങ്ങനെയാണ് നടത്താൻ കഴിയുന്നതെന്ന് വിശദമായി അവതരിപ്പിക്കുന്ന തരത്തിലുള്ള യൂട്യൂബ് ചാനൽ. ചാത്തന്നൂർ വരുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട സന്തോഷം, എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ മന്ത്രിയായതിനു ശേഷം കേരളത്തിലെ 2ാം ഗവൺമെന്റിലെ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ റവന്യൂ പ്രവർത്തനങ്ങളെ ഭാഗപ്പെടുത്തിയെടുക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ മാതൃകയും പ്രചോദനവുമായിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ചാത്തന്നൂർ എന്നുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യം. പിന്നീട് ജനാധിപത്യ ഗവൺമെന്റുകളിലേക്ക് വരുമ്പോൾ ദേവസ്വവും ബ്രഹ്മസ്വവുമായി 2 തരത്തിൽ ഭൂമികൾ വിഭജിക്കപ്പെടും. ഇപ്പോഴും കേരളത്തിന്റെ മുമ്പിലുള്ള പ്രശ്നം, ഭൂപരിഷ്കരണം നടപ്പിലാക്കപ്പെട്ട കേരളത്തിൽ ഭൂഭരണവുമായി ബന്ധപ്പെട്ട ആധുനികവൽക്കരണം അനിവാര്യമായി തീർന്നിരിക്കുന്ന ഒരു ഭൂമികയായി കേരളം നിൽക്കുന്നുണ്ട് എന്നാണ്. ഈ ഗവൺമെന്റ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിച്ചത് ലോകത്തിന്റെ തന്നെ ചരിത്രത്തിൽ ഇന്ത്യയിൽ കേരളം എന്ന നാടിന് ലാൻഡ് അഡ്മിനിസ്ട്രേഷനിൽ ഭൂവിതരണത്തിൽ ലോകത്തെങ്ങുമില്ലാത്ത സുതാര്യതയും വേഗതയും കാഴ്ചപ്പാടും ഉണ്ടാക്കിയെടുക്കുക എന്ന കാര്യത്തിലാണ്. അങ്ങനെ 5 കൊല്ലം മതിയാകില്ല. പക്ഷേ കേരളത്തിനൊരു കൺക്ലൂസീവ് റൈറ്റ് എന്ന ആശയം കേരളത്തിന് മുമ്പാകെ വെക്കുന്നത് ഈ ഗവൺമെന്റാണ്.
നമ്മുടെ മിനി സിവിൽ സ്റ്റേഷന്റെ 3-ാം നില നിർമ്മിച്ച് നാടിനെ സമർപ്പിക്കുന്നതിൻ്റെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിന് പ്രിയപ്പെട്ട ADM നിർമ്മൽ കുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ജനപക്ഷ വികസനം ജനപങ്കാളിത്തത്തോടെ ബഹുമാന്യ നമ്മുടെ MLA-യുടെ മഹത്തായ ആശയത്തിൻ്റെ നിരവധി പദ്ധതികൾ സാഫല്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൽവതക്കൽ വില്ലേജ് ഓഫീസിൻ്റെ പൊതുസമർപ്പണം കഴിഞ്ഞു. അടുത്തത് മിനി സിവിൽ സ്റ്റേഷൻ്റെ 3-ാം നിലയുടെ പൊതുസമർപ്പണമാണ്. ജനപക്ഷം ചാത്തന്നൂർ എന്ന മഹത്തായ ആശയം നിയമസഭാ രേഖകളിലടക്കം രേഖപ്പെടുത്തുകയും സംസ്ഥാനത്തിന് തന്നെ ഒരു മാതൃകയായി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നിലവിൽ 10 ഓഫീസുകളാണ് പ്രവർത്തിക്കുന്നത്, ഡിജിറ്റൽ സർവേയുടെ ഓഫീസ് അടക്കം. ഇനി പുതുതായി ഒരു നില കൂടി വരികയാണ്. അവിടെ ഇപ്പോൾ അപേക്ഷ വന്നിരിക്കുന്നത് സോയിൽ കൺസർവേഷൻ, KLDC ബോർഡ്, കെഡ്ലോൺ വർക്കേഴ്സ് എന്നീ 3 ഓഫീസുകളാണ് ഇങ്ങോട്ട് മാറുന്നതിന് അപേക്ഷ വന്നിരിക്കുന്നത്. അതിൻ്റെ നടപടികൾ പുരോഗമിച്ചു വരുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനപക്ഷ വികസനം ജനപങ്കാളിത്തത്തിലൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജനസൗഹൃദ സർക്കാർ ഓഫീസുകൾ എന്ന ലക്ഷ്യം കൈവരിക്കാൻ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന ജനപക്ഷം ചാത്തന്നൂർ എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ കൂടുതൽ സർക്കാർ ഓഫീസുകൾക്ക് സൗകര്യം ഒരുക്കിക്കൊണ്ട് 2 കോടി രൂപ വിനിയോഗിച്ച് പൊതുമരാമത്ത് വിഭാഗം അവരെ കൊണ്ട് നിർവഹണ ഏജൻസിയായി ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇന്നിങ്ങനെ ഒരു സിവിൽ സ്റ്റേഷന്റെ 3-ാം നിലയുടെ സമർപ്പണ ഉദ്ഘാടന ചടങ്ങ് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ചാത്തന്നൂർ താലൂക്ക് രൂപീകരണം എന്ന ഈ നാടിന്റെ വലിയ സ്വപ്നമുണ്ട്. അതിനുകൂടി ശക്തി പകരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മിനി സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പുതിയ ഓഫീസുകൾ കടന്നു വരുന്നത്. അതുപോലെ ഇപ്പോൾ മിനി സിവിൽ സ്റ്റേഷന്റെ അനക്സ് നമ്മളെ താലൂക്ക് ഓഫീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കടന്നു വരുന്നതിനാവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യം മുൻകൂട്ടി ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് 5 കോടി രൂപ മുതൽ മുടക്കി മിനി സിവിൽ സ്റ്റേഷന്റെ അനക്സ് നമ്മൾ KSRTC ബസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് സൈഡിൽ റവന്യൂ പുറമ്പോക്കിൽ അതിന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ എല്ലാ അനുവാദവും ലഭിച്ചിട്ടുണ്ട്. 5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. ഇനി അത് ടെൻഡർ നടപടി പൂർത്തിയാക്കി പുതിയ അനക്സ് പണി ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടിയിട്ട് റവന്യൂ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ 1.25 കോടി രൂപയാണ് അതിനുശേഷം അനുവദിച്ചത് ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ പിന്തുണയാണ് പ്രേരണ ശക്തിയായി മാറിയത്. ഒരു ഫ്രണ്ട് ഓഫീസ് രാജ്യത്ത് ആദ്യമായി ഫ്രണ്ട് ഓഫീസ് കിയോസ്ക് സംവിധാനം റവന്യൂ വകുപ്പിൽ അദ്ദേഹം വന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ആ ഫ്രണ്ട് ഓഫീസ് കിയോസ്ക് വഴി ഏത് സർക്കാർ വകുപ്പിലെ സേവനങ്ങൾ ഡിജിറ്റൽ സാക്ഷരതയുള്ള ഒരാൾക്ക് ഇവിടെ വന്ന് സർവീസ് ചാർജ് കൊടുക്കാതെ ചെയ്യാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിനെ ഈ നാടിന് വേണ്ടി വളരെ ബഹുമാനപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ സമയം ഒരുപാട് അപഹരിക്കുന്നില്ല. വളരെ സന്തോഷത്തോടു കൂടി ഈ മിനി സിവിൽ സ്റ്റേഷന്റെ 3-ാം നിലയുടെ സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് ആരാധനായ മന്ത്രിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ചാത്തന്നൂർ മിനി സിവിൽ സ്റ്റേഷന്റെ ഒരു പുതിയ നില ഞാൻ നോട്ടീസിൽ അടിച്ചതുപോലെ വായിക്കാനത് മലയാളത്തിന്റെ പ്രയോഗം അനുസരിച്ച് ഇംഗ്ലീഷിൽ നിന്ന് തർജ്ജമ ചെയ്യുമ്പോൾ 2-ാം നിലയാണ്. പക്ഷേ ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ എടുത്താൽ 3-ാമത്തെ ഒരു നില, 4 ഓഫീസുകൾ, വളരെ മനോഹരമായിട്ടുള്ള ഓഡിറ്റോറിയം, ഇതെല്ലാം കൂടി 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഈ മിനി സിവിൽ സ്റ്റേഷനിൽ വരാൻ കേരളത്തിൽ മറ്റെവിടെ പോകുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം. കേരളത്തിൽ 1666 വില്ലേജുകൾക്ക് കെട്ടിടമുള്ളത് 1542ആണ്. കെട്ടിടം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കേന്ദ്രമായി പ്രവർത്തിക്കുന്നത്. അതിൽ 838 വില്ലേജ് ഓഫീസുകൾ പുതിയ സ്മാർട്ട് കെട്ടിടങ്ങളായി മാറാനുള്ള പണം അനുവദിച്ചു. അദ്ദേഹം കഴിഞ്ഞ തവണയും അഭ്യർത്ഥിച്ചത് ഈ ഗവൺമെന്റ് പോകുന്നതിന് മുമ്പ് ഇനി ആരംഭിക്കാൻ പോകുന്ന ഘട്ടത്തിൽ ഈ ചാത്തന്നൂർ മണ്ഡലത്തിലെ ബാക്കി വരുന്ന 6 വില്ലേജുകളെ കൂടി ഇനി ഡിജിറ്റൽ റീസർവേ ആരംഭിക്കാൻ അവസരം നൽകണം എന്ന അഭ്യർത്ഥനയാണ്. 6 വില്ലേജുകൾ കൂടി ഒറ്റ ഫേസിൽ പുതിയതായി ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ എടുക്കുന്നതിലെ പരിമിതികൾ ഒരുപാടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമെങ്കിലും
ആവശ്യക്കാരൻ ഔചിത്യമില്ലാത്തത് കൊണ്ട് തുടർച്ചയായിട്ട് അത് തന്നെ പറയുക എന്ന ശീലം നിയമസഭയ്ക്കകത്തും ജില്ലാ റവന്യൂ അസംബ്ലിയിലും കിട്ടുന്ന എല്ലാ യോഗത്തിലും കാണുന്ന എല്ലാ സ്വകാര്യ ഇടങ്ങളിലും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക എന്ന ശീലത്തിൻ്റെ ഭാഗമായി ജയലാൽ അത് നടത്തുന്നുണ്ട്. ഇനിയും ആ ശീലം വെച്ചു പൊറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ചാത്തന്നൂർ മിനി സിവിൽ സ്റ്റേഷനിൽ വെച്ചു തന്നെ ഈ മണ്ഡലത്തിലെ ബാക്കി വരുന്ന 6 വില്ലേജുകൾ കൂടി ഉൾപ്പെടുത്തി ചാത്തന്നൂരിൽ 9 വില്ലേജുകൾ ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഡിജിറ്റൽ റീസർവേ ആരംഭിക്കും എന്ന കാര്യം കൂടി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ജയലാലിനെ പേടിച്ചതുകൊണ്ട് ആ ഫയൽ ഒപ്പിട്ടിട്ടാണ് ഞാനിന്ന് പോകുന്നത് എന്നുള്ളതുകൊണ്ട് ഈ കാര്യം ധൈര്യമായിട്ട് നിങ്ങളോട് പ്രഖ്യാപിക്കാൻ കഴിയും. അങ്ങനെ 9 വില്ലേജുകളിലും റീസർവേ നടക്കുന്നത്. ഞാനിത് കൈയടിക്കുമ്പോൾ ജയലാലിനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മണ്ഡലത്തിൽ പകുതിയായിട്ടുള്ളൂ, ബാക്കി ഞാൻ പിടിക്കാനും പോകുന്നില്ല തവണ, കാരണം ബാക്കി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അതെല്ലാം. എങ്കിലും ചാത്തന്നൂരിൻ്റെ ഈ ജനകീയമായിട്ടുള്ള ജനപക്ഷമായിട്ടുള്ള റവന്യൂ നിലപാടുകൾക്ക് കേരളത്തിലെ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ബിഗ് സല്യൂട്ട് എന്ന നിലയിൽ ഈ നടപടിക്രമം കൂടി നമുക്കിപ്പോൾ ആരംഭിക്കാൻ കഴിയും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. MLAയുടെ ശക്തമായിട്ടുള്ള നേതൃത്വം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം മാതൃകാപരമായിട്ടുള്ള മേൽനോട്ടമായി അതിനെയും തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നന്ദി. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നന്ദി. നേതൃത്വം കൊടുത്തത് വില്ലേജ് ഓഫീസാണ്. എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടി നന്നായി നടത്തി ഇത് വിജയിപ്പിക്കാൻ മുൻകൈയെടുത്ത എല്ലാവർക്കും, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, അത് വിശിഷ്ടാതിഥികൾക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അധ്യക്ഷ നിലയിലുള്ള പ്രത്യേകമായ നന്ദി. ഇന്നത്തെ എനിക്ക് സത്യത്തിൽ വലിയ സന്തോഷമുള്ള ദിവസമാണ്. അതിൽ ഈ ഡിജിറ്റൽ സർവേ എല്ലാ വില്ലേജിലും പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. അതായത് മന്ത്രിക്ക് സാധ്യമായ കാര്യമായിരുന്നില്ല, നിരന്തരമായി ആവശ്യപ്പെടുമായിരുന്നു. പക്ഷെ ആ ഗവൺമെന്റ് തിരിച്ചറിഞ്ഞു നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ഇനിഷ്യേറ്റീവ്, ചാത്തന്നൂർ മണ്ഡലത്തിലെ റവന്യൂ മേഖലയിൽ നടക്കുന്ന ഒരു സ്പെഷ്യൽ ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് തിരിച്ചറിഞ്ഞു. അതിന്റെ പേരിലാണ് നമുക്ക് ഈ എല്ലാ വില്ലേജ് ഓഫീസുകളും ഡിജിറ്റൽ സർവേ നടത്തുന്നതിനുള്ള ഉത്തരവ് അദ്ദേഹം ഒപ്പിട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആ സന്തോഷ ദിവസം ഇന്നിങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് മിനി സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനമാണ്. അത് നന്നായി സംഘടിപ്പിച്ച് അതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ അധ്യക്ഷ നിലയിലുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മീറ്റിംഗ് അവസാനിച്ചതായി അറിയിക്കുകയാണ്. നമ്മൾ കാലാനുസൃതമായത് ഒരു വികസന സങ്കല്പമാണ് നമ്മൾ സൃഷ്ടിക്കുക. നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് നമ്മുടെ നാടിനെ സംബന്ധിച്ച്. ഗവൺമെൻറ്റിൻ്റെ വിഭവങ്ങൾക്ക് പരിമിതിയുണ്ട്, നമുക്ക് നാട്ടിൽ നിന്ന് ശേഖരിക്കാൻ കഴിയുന്ന വിഭവങ്ങൾക്ക് പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രായോഗികമായ വികസന സങ്കല്പങ്ങൾ ഉണ്ടാക്കുക, കാലാനുസൃതമായി ജനങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു വികസന പ്രോഗ്രാം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലാണ് നമ്മൾ സംഘടിപ്പിച്ച പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞ ജനപക്ഷ വികസന ജനപങ്കാളിത്തത്തോടുകൂടി ജനസൗഹൃദ സർക്കാർ ഓഫീസ് എന്ന് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഗവൺമെൻറ് ആരംഭിക്കുന്നതിന് മുമ്പ് ചാത്തന്നൂർ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി എന്ന പേരിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച മണ്ഡലമാണ് എന്നുള്ളത് കൊണ്ട് ഗവൺമെൻറ് തന്നെ പ്രത്യേകമായി ഉത്തരവിറക്കിയ മണ്ഡലമാണ്. ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ചാത്തന്നൂരിൽ നടന്നു വരുന്ന ചാത്തന്നൂർ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി പ്രവർത്തനങ്ങൾ അതേപടി തുടരാൻ. അതുപോലെ തന്നെ ആർദ്രം എന്ന് പറയുന്ന പദ്ധതി ഗവൺമെൻറ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ചാത്തന്നൂർ ഓൺഗോയിങ് ആണ്. ആരോഗ്യരക്ഷ ചാത്തന്നൂർ പദ്ധതി ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജീവ് സദാനന്ദൻ ഉത്തരവിറക്കി തന്ന മണ്ഡലമാണ്. ഈ ആർദ്രം പദ്ധതി ചാത്തന്നൂരിൽ നടന്നു വരുന്ന ആരോഗ്യരക്ഷ ചാത്തന്നൂർ പദ്ധതി ജനപങ്കാളിത്തത്തോട് നടന്നു വരുന്ന ആ ആരോഗ്യരക്ഷ ചാത്തന്നൂർ പദ്ധതി അതേ പേരിൽ തുടരാൻ ഉത്തരവ് കിട്ടിയ മണ്ഡലമാണ്. അതുപോലെ തന്നെയാണ് ഹരിത കേരളം എന്ന് പറയുന്ന പദ്ധതി ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പോൾ ചാത്തന്നൂരിൽ നടന്നു വരുന്ന പുനർജനി ചാത്തന്നൂർ എന്ന് പറയുന്ന കാർഷിക മേഖലയിലെ പദ്ധതിയാണ് ഹരിത കേരളം പദ്ധതി എന്നുള്ളതുകൊണ്ട് അത് തുടരാൻ ഉത്തരവ് കൃഷി വകുപ്പ് ഇറക്കിയ മണ്ഡലമാണ്. അപ്പോൾ അത് ഒരു നേരത്തെ പറഞ്ഞ നമ്മൾ സ്വപ്നം കണ്ട ചില പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റെ വിഷൻസിലൂടെ രൂപപ്പെടുത്തിയെടുത്തപ്പോൾ അത് നമ്മളിവിടെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അംഗീകരിച്ച് പ്രഖ്യാപിച്ച പദ്ധതികളാണ്. ആ പദ്ധതികളെല്ലാം അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം, അത് ക്ലാസ് റൂമുകൾ ഏറ്റവും നല്ല ഭംഗിയുള്ള ക്ലാസ് റൂമുകളും നല്ല ഭൗതികാന്തരീക്ഷമുള്ള ക്ലാസ് റൂമുകളാക്കുക എന്ന് മാത്രമല്ല, അവിടെ ഇപ്പോൾ കമ്പ്യൂട്ടറും പ്രൊജക്ടറും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ബോർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മുടെ ക്ലാസ് റൂമുകൾ മാറുകയാണ്. സിനിമ കാണുന്ന പോലെ നമ്മുടെ കുട്ടികളിൽ നിന്ന് പഠിക്കുന്ന കല്ലുവാലക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ, ആ ഹൈസ്കൂളിൽ എല്ലാ ക്ലാസ് റൂമുകളും ഈ ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂമാണ്. കൊല്ലം ജില്ലയിൽ തന്നെ ഇത്രയും സ്മാർട്ടായിട്ടുള്ള ക്ലാസ് റൂമുകളുള്ള മറ്റൊരു സ്കൂളില്ല, സർക്കാർ സ്കൂളില്ല. ഏതൊരു അൺഎയ്ഡഡ് സ്കൂളിനോട് കിടപിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ക്ലാസ് റൂം അന്തരീക്ഷം ഒരുക്കുകയാണ് അവിടെ. അതുമാത്രം അത്ര അന്തരീക്ഷങ്ങൾ ഒരുക്കുക മാത്രം. അതുകൊണ്ട് ഉള്ള ഏറ്റവും വലിയൊരു സോഷ്യൽ ഓഡിറ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആബ്സെൻ്റ് ആവുന്ന സ്കൂളായിരുന്നു. പക്ഷേ ഇത്തരം സൗകര്യങ്ങൾ വന്നപ്പോൾ കുട്ടികൾ ആബ്സെൻ്റ് ആവുന്നില്ല. മറ്റത് രക്ഷിതാക്കളെ തിരക്കി കുട്ടികളെ തിരക്കി അധ്യാപകർ വല്ലാതെ കിടന്ന്
പോയി വീടുകളിൽ പോയി സമ്മർദ്ദം ചെലുത്തുന്ന രീതിയാണ് ഇന്ന് കുട്ടികൾ സ്വയം കൃത്യമായി സ്കൂളിൽ വരുന്നത്. അപ്പോൾ അവർ അടിസ്ഥാന സൗകര്യത്തിൻ്റെ മാറ്റമാണ് ഡിജിറ്റലൈസ് സാങ്കേതിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ മാറ്റം ഉണ്ടായപ്പോൾ കുട്ടികൾ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് അപ്പോൾ ആ അതൊരു സ്വപ്നമാണ്. ഇപ്പോൾ നമ്മൾ അക്കാദമിക പ്രവർത്തനങ്ങളിൽ കൂടി ആ പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഭൗതിക സാഹചര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഒരു കുട്ടിയെ ഒരു യൂണിറ്റായിട്ട് എടുത്തുകൊണ്ട് ആ കുട്ടി ഒരു 1-ാം ക്ലാസ്സിലൊരു കുട്ടി ഒരു സ്കൂളിൽ വന്നു ചേരുമ്പോൾ 10-ാം ക്ലാസ്സിൽ ആ കുട്ടി പുറത്തു പോകുമ്പോൾ 9-ാം ക്ലാസ് വരെയുള്ള 10-ാം ക്ലാസ് വേറൊരു രീതിയാണ്. 9-ാം ക്ലാസ് വരെ ആ കുട്ടി എത്തുമ്പോൾ ആ കുട്ടി ലാംഗ്വേജിൽ ഭാഷാപരമായി എങ്ങനെയായിരിക്കണം, ഗണിതപരമായി എങ്ങനെയായിരിക്കണം, അവൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് എന്ന് പറയുന്ന രീതിയിൽ 1-ാം ക്ലാസ്സിൽ ആ HM പറയും എൻ്റെ കുട്ടി 9-ാം ക്ലാസ്സിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഈ സ്കൂളിൽ നിന്ന് ഇന്ന നിലവാരത്തിൽ പോകുമെന്ന് പറയുന്ന ഒരു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ ഇപ്പം സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ വികസന പദ്ധതി എന്ന് പറയുന്നത് ഇപ്പോൾ അതാണ്. ആ രീതിയിലുള്ള സങ്കല്പത്തിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങളെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ സോഷ്യൽ ഓഡിറ്റിൽ വിജയിക്കുക എന്ന് പറയുന്ന സ്വപ്നമാണ് നമ്മളെ സംബന്ധിച്ച്. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും ദേശീയ അംഗീകാരത്തിലേക്ക് കൊണ്ടുവരിക. ദേശീയ അംഗീകാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് പോകാൻ പറ്റില്ല. ഏറ്റവും മികച്ച സേവനം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡിലേക്ക് ഒരു സ്ഥാപനം എത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് പുറന്നോട്ട് പോകാൻ പറ്റില്ല. ഏറ്റവും മെച്ചപ്പെട്ട സേവനം ലഭ്യമാകാൻ നിർബന്ധിതമാകും. ആ രീതിയിലേക്ക് മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളിൽ എത്തിക്കുക. അതിപ്പോൾ ചാത്തന്നൂർ ആരോഗ്യ സ്ഥാപനം അങ്ങനെ ആയിക്കഴിഞ്ഞു. കല്ലുവാതിക്കൽ PHC 90% പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞു. ആഴ്ചയിലൂരും ചെറുക്കരയൊക്കെ അതിൻ്റെ ഒരു ഗ്രഡേഷൻ വർക്ക് നടക്കുന്ന സമയമാണ്. അപ്പോൾ അതെല്ലാം ആ തരത്തിലേക്ക് പൂർത്തിയാക്കി എടുക്കുക. അപ്പോൾ ഈ താഴെത്തട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഇത്തരം മേഖലകൾ, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, ഒരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള കാർഷിക, ഇപ്പം നമ്മുടെ പുതുക്കുളം പഞ്ചായത്തിൽ മുഴുവൻ മേഖലകളിലും 6.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതുകൊണ്ട് കൃഷിക്ക് ഏറ്റവും കൂടുതൽ കൃഷിക്കാർക്ക് ഗുണകരമായ മാറ്റമുണ്ട്. അവർക്ക് കൂടുതൽ കൃഷി ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കഴുത്തല ഇല, ഇളംകുളം ഇല 3 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനം നടക്കുന്നു. അപ്പോൾ ഈ സമഗ്രമായ വികസനമാണ്. നമ്മുടെ മണ്ഡലത്തിൽ 9 പദ്ധതികൾ ഇത്തരത്തിൽ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. ചാത്തന്നൂർ വിദ്യാഭ്യാസ മേഖല ചാത്തന്നൂർ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, ആരോഗ്യ മേഖലയിൽ ആരോഗ്യരക്ഷ ചാത്തന്നൂർ, പിന്നെ കാർഷിക മേഖലയിൽ പുനർജനി ചാത്തന്നൂർ, കുടിവെള്ള വിതരണത്തിൽ ദാഹനീർ ചാത്തന്നൂർ. നമ്മുടെ മണ്ഡലത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലും കുടിവെള്ളം എത്തിക്കും. ജലജീവൻ മിഷന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 100 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ ചാത്തന്നൂർ മണ്ഡലത്തിലെ മുഴുവൻ ഊടുവഴികളിലും പൈപ്പിടാൻ വേണ്ടിയിട്ട് 100 കോടി രൂപ അനുവദിച്ച പ്രദേശമാണ് ചാത്തന്നൂർ. അത് കുടിവെള്ള ദാഹനീർ ചാത്തന്നൂർ എന്ന് പറയുന്ന കുടിവെള്ള പദ്ധതി, ജനപക്ഷം ചാത്തന്നൂർ എന്ന് പറയുന്ന ഈ ജനസൗഹൃദ സർക്കാർ ഓഫീസുകൾ, ഇങ്ങനെ പിന്നെ വിശപ്പ് രഹിത ചാത്തന്നൂർ, സ്നേഹസ്പർശം പദ്ധതി, അങ്ങനെ നിരവധി 9 പദ്ധതികൾ നമ്മൾ ഈ ചാത്തന്നൂർ മണ്ഡലത്തിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് ഈ മേഖലയിലെ നമ്മുടെ മണ്ഡലത്തിൻ്റെ സമഗ്ര വികസന ലക്ഷ്യമായിട്ടുള്ള പദ്ധതിയാണ്. അതാണ് നമ്മുടെ സ്വപ്നം. അത് കൂടുതൽ ശാക്തീകരിക്കുക. എല്ലാ മേഖലയിലും സർവ്വതല സ്പർശിയായിട്ടുള്ള ഈ വികസനത്തെ ജനങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ സിൻസിയറായി നമ്മളതിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് അത് ശാക്തീകരിക്കുക, സാധാരണ ജനങ്ങൾക്ക് ഗുണകരമാക്കി മാറ്റുക. ഇതാണ് നമ്മുടെ വികസന സ്വപ്നം. അതിൽ ഏത് ഗവൺമെൻറ്റാണ് നമ്മൾ ഭരണത്തിൽ വരുന്നത് പ്രശ്നമല്ല. അത് ഞാൻ ഈ പറയുന്ന 2011-16 കാലയളവിലാണ് ഈ മിഷൻസ് എല്ലാം ആരംഭിക്കുന്നത്. അന്ന് LDF ഗവൺമെൻറ് ആയിരുന്നില്ല, UDF ഗവൺമെൻറ് ആയിരുന്നു. പക്ഷെ ഞാൻ ജനപങ്കാളിത്തത്തോട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തനം ആരംഭിച്ചു. ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും നമ്മൾ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തോട്ട് പോയില്ല. ഏത് ഗവൺമെൻറ് ആയാലും ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടിലാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ആ ഇടതുപക്ഷ കാഴ്ചപ്പാടിൽ ഇത് ഏത് MLAയും മുമ്പോട്ട് കൊണ്ടുപോകേണ്ട പദ്ധതിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്ന് റവന്യൂ മേഖലയിൽ നമ്മൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഒന്ന്, ജനപക്ഷം ചാത്തന്നൂർ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള ജനസൗഹൃദ സർക്കാർ ഓഫീസുകൾ എന്ന ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പദ്ധതിയാണ് ജനപക്ഷം ചാത്തന്നൂർ. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ സർക്കാർ ഓഫീസുകളും സ്മാർട്ട് സർക്കാർ ഓഫീസാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന പരിപാടിയാണ്. അതിൽ വില്ലേജ് ഓഫീസുകളാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ എടുത്തത്. അത് ഡിജിറ്റൽ സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിൽ ഫ്രണ്ട് ഓഫീസ് കിയോസ്കുകൾ ഉൾപ്പെടെ അതിൽ ഡിജിറ്റൽ സാക്ഷരത കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഡിജിറ്റൽ സാക്ഷരത എന്ന ലക്ഷ്യം ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ആ പദ്ധതി മുമ്പോട്ട് പോകുന്നത്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വില്ലേജ് ഓഫീസ്, നമ്മൾ മീനാട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ കല്ലുവാതിക്കൽ വില്ലേജ് ഓഫീസ് കൂടി ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്ത് നാടിനെ സമർപ്പിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ കേരളത്തിന് തന്നെ മാതൃകയായിട്ടാണ് ഗവൺമെൻറ് ഇതിനെ കാണുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ മന്ത്രി യോഗത്തിൽ സംസാരിക്കേണ്ടത്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ചാത്തന്നൂർ മിനി സിവിൽ സ്റ്റേഷൻ്റെ ഉദ്ഘാടന ചടങ്ങും ഇന്ന് 3ാം നില
പുതിയ 4 ഓഫീസുകൾ കൂടി ഈ പ്രദേശത്തേക്ക് പുതുതായി വരുന്ന വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകൾ ഉൾപ്പെടെ ഇപ്പം കായംകുളത്ത് പ്രവർത്തിക്കുന്ന KLDC റീജിയണൽ ഓഫീസ് ഉൾപ്പെടെ ചാത്തന്നൂരിലേക്ക് വരാൻ പോവുകയാണ്. ആ തരത്തിൽ പുതിയ സർക്കാർ ഓഫീസുകളെ നമ്മുടെ പ്രദേശത്തേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതിയായിട്ട് മാറുകയാണ് മിനി സിവിൽ സ്റ്റേഷൻ്റെ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ 3ാം നില ഇന്നിവിടെ സമർപ്പിക്കപ്പെടുകയാണ്. ഒരു 100-200 ആളുകൾ ഇരിക്കുന്ന കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് ഗുണകരമായി നമ്മുടെ ഈ പ്രദേശത്ത് വന്നു ചേരാനും ഉപയോഗിക്കാനും കഴിയുന്ന സൗകര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ മിനി സിവിൽ സ്റ്റേഷന് 5 കോടി രൂപയ്ക്ക് പുതിയ അനക്സ് കെട്ടിടം KSRTC ബസ് സ്റ്റേഷന് സമീപത്തായിട്ട് പുതിയ റവന്യൂ പൂർവ്വ ഭൂമിയിൽ 5 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ അനക്സ് കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിലാണ്. ടെൻഡർ നടപടിയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അത് ചാത്തന്നൂർ താലൂക്ക് രൂപീകരണത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടായി മാറുന്ന മുൻകൂട്ടി ഒരുക്കുന്ന അടിസ്ഥാന സൗകര്യം കൂടിയായത് മാറുകയാണ്. അപ്പോൾ റവന്യൂ മേഖലയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി നടക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ, അതിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നത് നമ്മുടെ മണ്ഡലത്തിൽ ഇന്ന് 3 വില്ലേജുകളിലായിട്ട് ഡിജിറ്റൽ സർവേയുടെ പ്രവർത്തനം നടക്കുകയാണ്. അതിൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ആ സർവേ പ്രവർത്തനങ്ങൾ പരിശോധിച്ചപ്പോൾ മറ്റു പല വില്ലേജുകളിലും 2 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന ഡിജിറ്റൽ സർവേ നടപടികൾ 30 നോട്ടിഫിക്കേഷനിലേക്ക് എത്തുന്ന നടപടികൾ നമ്മുടെ മണ്ഡലത്തിൽ പ്രത്യേകമായി ജനപങ്കാളിത്തത്തോടുകൂടി MLAയുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടുകൂടി ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് കൊണ്ട് 6 മാസം കൊണ്ട് 2 കൊല്ലം കൊണ്ട് മറ്റ് വില്ലേജ് നടക്കുന്ന പ്രവർത്തനങ്ങൾ 6 മാസം കൊണ്ട് 30 നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഗവൺമെൻറ് ബോധ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മറ്റു വില്ലേജുകളിൽ ഉപയോഗിക്കുന്ന മാൻ പവർ ഉപയോഗിച്ച് തന്നെ ഇരട്ടിയിലധികം വില്ലേജുകൾ സർവേ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഗവൺമെൻറ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് നമ്മളത് ബോധ്യപ്പെടുത്തി. അത് ബഹുമാനപ്പെട്ട മന്ത്രി അത് ബോധ്യപ്പെട്ടു. ഇന്ന് കേരളത്തിൽ ആദ്യമായി ഇന്ന് ഈ ചടങ്ങിൽ ഏറ്റവും വലിയ സന്തോഷം ഞാൻ പറഞ്ഞതാണ്, കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിനും ലഭിക്കാത്തൊരു അംഗീകാരം. മന്ത്രി പറഞ്ഞു, മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ പോലും എല്ലാ വില്ലേജുകളും ഡിജിറ്റൽ സർവേ ആക്കാൻ വേണ്ടി ഓർഡർ ഇടാൻ കഴിയാത്ത പരിമിതിയുള്ള ഗവൺമെൻറ്റാണ്. എങ്കിൽ പോലും ചാത്തന്നൂരിൽ നടക്കുന്ന ഈ ഇത്തരം ഇനിഷ്യേറ്റീവിന് റവന്യൂ മേഖലയിൽ നടത്തുന്ന എക്സ്ട്രാ ഇനിഷ്യേറ്റീവിനുള്ള അംഗീകാരമായി ഒരു ബിഗ് സല്യൂട്ടായി ചാത്തന്നൂരിന് ഗവൺമെൻറ് നൽകുകയാണ്. ഈ മണ്ഡലത്തിലെ എല്ലാ വില്ലേജുകളും 9 വില്ലേജും ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു എന്നത് അദ്ദേഹം ഈ വേദിയിൽ പ്രഖ്യാപിച്ചപ്പോഴാണ് എന്തെന്നില്ലാത്ത സന്തോഷം ഞാൻ രേഖപ്പെടുത്തിയത്. അത് നമ്മുടെ മണ്ഡലത്തിൽ നടക്കുന്ന ഈ എക്സ്ട്രാ സ്ട്രെയിൻ വർക്കിന്, അതായത് മണ്ഡലത്തിൽ ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് പിന്തുണയോടുകൂടി MLAയുടെ നേതൃത്വം നടക്കുന്ന ആ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വലിയ അംഗീകാരമായിട്ട് ഞാനതിനെ കണ്ടുകൊണ്ടാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് ഞാനിന്ന് സൂചിപ്പിച്ചത്. അത് തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ അത് തന്നെ പറയുന്നു. നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക പരിഗണന നൽകി റവന്യൂ മേഖലയിലെ ഒരു വൻ കുതിപ്പിന് ഗുണകരമാകുന്ന തരത്തിൽ ഡിജിറ്റൽ സർവേ ഉൾപ്പെടെ നടത്തി എല്ലാ വില്ലേജ് ഓഫീസുകളും ഡിജിറ്റൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി എല്ലാ ജനങ്ങൾക്കും ഡിജിറ്റൽ സാക്ഷരത നൽകി രാജ്യത്ത് ഏറെ പ്രാധാന്യമുള്ളൊരു പ്രദേശം, രാജ്യത്ത് തന്നെ ഏറെ മാതൃകാപരമായി സ്മാർട്ട് സേവനം ലഭിക്കുന്ന പ്രദേശമാക്കി ചാത്തന്നൂരിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നതിൻ്റെ ഒരു പ്രതിഫലനമായി ഇന്നത്തെ ചടങ്ങ് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിൽ ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.